ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 22.7% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഒറ്റഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 90 മണ്ഡലങ്ങളിലായി 1031 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്നിപ്പോൾ വിനീത VG തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീത, ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ എത്രയാണ് പോളിംഗ് ശതമാനം? എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? ഉന്മേഷ്, 12 മണിവരെയുള്ള കണക്കനുസരിച്ച് 25% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അശോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിന് മുന്നിലുള്ള പോളിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെ 6 പോളിംഗ് ബൂത്തുകളാണുള്ളത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്ക് തന്നെയാണുള്ളത്. പൊതുവെ ഉച്ച സമയമാണ്, 1 മണിയാണ്. നല്ല വെയിലൊക്കെ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആളുകൾ പോളിംഗ് നടത്തുന്നതിനായി അവരുടെ അവകാശം അത് വിനിയോഗിക്കുന്നതിനായി എത്തുകയാണ്. വലിയ പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള പ്രശ്നബാധിത മേഖലകളൊന്നും അല്ല എങ്കിൽ പോലും എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും സമാനമായിട്ടുള്ള കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ കൃത്യം 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിച്ചു. വലിയ നീണ്ട നിര തന്നെയാണ് ഹരിയാനയിലെ പല പോളിംഗ് ബൂത്തുകളിലും അനുഭവപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ അശോക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിലേക്ക് ഉള്ളിലേക്ക് കടക്കാൻ മൊബൈൽ ഫോൺ പോലും അനുവദനീയമല്ല. ഓരോ ആളുകളുടെ നിന്നും വളരെ കൃത്യമായി അവരെ പരിശോധിച്ചതിന് ശേഷം അവരുടെ ആധാർ കാർഡ്, പോളിംഗ് കാർഡ് ഉൾപ്പെടെയുള്ള രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷമാണ് ഓരോ ആളുകളെയും അകത്തേക്ക് കടത്തിവിടുന്നത്. ഇങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഫരീദാബാദിലുള്ള പല പോളിംഗ് സ്റ്റേഷനുകളിലും ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1031 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 100 പേർ വനിതകളാണ്. എല്ലാവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് രംഗത്തുണ്ട്. ഒപ്പം തന്നെ ഹാട്രിക് വിജയം പ്രതീക്ഷിച്ച BJPയും ഉണ്ട്. എല്ലാ ആളുകളും അവരുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്ന പ്രധാനമന്ത്രി രാവിലെ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു. അതേസമയം ഒരു തിരിച്ചുവരവിലേക്ക് കോൺഗ്രസ് എത്തുമെന്ന പ്രതീക്ഷ പ്രിയങ്ക ഗാന്ധിയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. മനോഹർലാൽ ഖട്ടർ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അദ്ദേഹത്തിനൊരു പ്രതികരണം കൂടി വന്നിട്ടുണ്ടായിരുന്നത്. BJP വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്നൊരു പ്രതികരണമാണ് അദ്ദേഹവും നടത്തിയിട്ടുണ്ടായിരുന്നത്. വിനേഷ് ഫോഗട്ടിന്റെ പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു. അവർ ജുലാന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൽ ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം അത് കാണാൻ കഴിയുമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ പ്രായമായവരൊക്കെ ഇങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ വരുന്നൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ അസുഖം ബാധിച്ചവരോ അല്ലെങ്കിൽ പ്രായമായവർക്കൊക്കെ ക്യൂവിൽ നിൽക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അവർക്ക് മറ്റ് പ്രത്യേക സജ്ജീകരണങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈകിട്ട് 6 വരെയാണ് പോളിംഗ് ഉള്ളത്. കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 68% പോളിംഗ് രേഖപ്പെടുത്തിയത്. പക്ഷേ ഇത്തവണ വലിയ പ്രചരണമൊക്കെയായി എല്ലാ പാർട്ടികളും ഹരിയാനയിൽ നിന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം മറ്റ് നേതാക്കളൊക്കെ ഇവിടെ തമ്പ് ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ നടത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പോളിംഗ് ശതമാനം ഉയരുമെന്നാണ് പ്രതീക്ഷ. പക്ഷേ ഇതുവരെ നമുക്ക് ലഭ്യമായിരിക്കുന്ന കണക്കനുസരിച്ച് ഒരു ഭേദപ്പെട്ട രീതിയിൽ തന്നെയാണ് പോളിംഗ് ശതമാനം മുന്നോട്ട് പോകുന്നത്. പല ബൂത്തുകളിലും ഇപ്പോഴും ഈ പോളിംഗ് പുരോഗമിക്കുകയാണ്. കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലിദ്വ, കർണാൽ, ഒപ്പം തന്നെ വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്ന ജുലാന എന്നിവിടങ്ങളിലൊക്കെ കടുത്ത മത്സരം തന്നെയാണ് ഉണ്ടാവുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജുലാന മണ്ഡലത്തിൽ വിനേഷ് ഫോഗട്ടും ഒപ്പം തന്നെ മറ്റൊരു ഗുസ്തി താരം ഗീതയും ഒക്കെ അതിന്റെ ഒരു കടുത്ത മത്സരത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല മണ്ഡലങ്ങളും കൃത്യമായിട്ടുള്ള പ്രചരണമടക്കമായി നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവസാന ഘട്ടത്തിൽ കളം പിടിക്കാൻ പ്രധാനമന്ത്രി ഏതായാലും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. സമാധാനപരമാണ് വോട്ടെടുപ്പ്. 12 മണിവരെയുള്ള കണക്കനുസരിച്ച് 25%-ലേറെ പോളിംഗ് എന്നാണ് വിനീത VG ഫരീദാബാദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.